എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ +1 കെമിസ്ട്രിയിലെ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ 2 പോയിന്റുകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഒരു ചെറിയ ഡെറിവേഷൻ ആണ്. അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷറിനെ നമുക്ക് Kp എന്നും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷനെ സ്ക്വയർ ബ്രാക്കറ്റ് അല്ലെങ്കിൽ സി എന്ന് റെപ്രസെന്റ് ചെയ്തിട്ട് Kc എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ Kpയും Kcയും തമ്മിലുള്ള റിലേഷൻ ഡെറൈവ് ചെയ്യണം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ്, ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ കോൺസ്റ്റന്റിനെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയാറുള്ളൂ. അതിനു മുമ്പ് ആ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്നത് റിയാക്ഷൻ കോഷ്യന്റ് എന്ന പേരിലാണ്. റിയാക്ഷൻ കോഷ്യന്റ് ആണ്. ആ റിയാക്ഷൻ കോഷ്യന്റായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത് സംസാരിക്കാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡെറിവേഷൻ derive the relation between Kp and Kc, അത് വരണം. പിന്നെ എന്താണ് റിയാക്ഷൻ കോഷ്യന്റ് എന്ന് മനസ്സിലാക്കുന്നത് മറ്റൊരാണ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ആദ്യം നമുക്ക് ആ ഡെറിവേഷൻ ആദ്യം ഒന്ന് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു സാങ്കല്പിക ഇക്വിലിബ്രിയം, consider an equilibrium AA plus BB in equilibrium with CC plus DD. Okay. അപ്പോൾ ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ സാധാരണ എഴുതുമ്പോൾ എഴുതിയാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K അല്ലെങ്കിൽ Kc ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റ് കോൺസെൻട്രേഷൻ ഓഫ് C റൈസ് ടു C ഇൻടു സ്ക്വയർ ബ്രാക്കറ്റ് D റൈസ് ടു D divided by square bracket A raised to A into plus അല്ല into B raised to B. സാധാരണ നമ്മൾ എഴുതും പോലെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ എഴുതി കാണിച്ചു. ഇനി ഇതേ കാര്യം നമ്മൾ ഇതിനെയും Kc എന്ന് എഴുതാറുണ്ട്. ഇനി ഇതേ കാര്യം തന്നെ സ്ക്വയർ ബ്രാക്കറ്റിന് പകരം കോൺസെൻട്രേഷൻ എന്ന അർത്ഥത്തിൽ C എന്നിട്ട് എഴുതാം. സോ Kc ഈക്വൽ ടു ഈ സ്ക്വയർ ബ്രാക്കറ്റിന് പകരം C concentration of ഈ capital D raised to D into ഈ സ്ക്വയർ ബ്രാക്കറ്റിന് പകരം concentration of C raised to C divided by ഈ സ്ക്വയർ ബ്രാക്കറ്റിന് പകരം concentration of A raised to A ഈ സ്ക്വയർ ബ്രാക്കറ്റിന് പകരം concentration of B raised to B. ഓക്കെ, ഇതുപോലെ in terms of pressure ഇതും ശരിക്കും Kc എന്ന് എഴുതാം, കുഴപ്പമില്ല. In terms of pressure Kp എന്ന് എഴുതിയാൽ ഈക്വൽ ടു കോൺസെൻട്രേഷന് പകരം സിക്ക് പകരം പി എന്ന് എഴുതാം. സോ പ്രഷർ ഓഫ് സി റൈസ് ടു സി ഇൻടു പ്രഷർ ഓഫ് ഡി റൈസ് ടു ഡി ഡിവൈഡഡ് ബൈ പ്രഷർ ഓഫ് എ റൈസ് ടു എ ഇൻടു പ്രഷർ ഓഫ് ബി റൈസ് ടു ബി. നമുക്കറിയാം ഈ ക്യാപിറ്റൽ സിയും ക്യാപിറ്റൽ ഡിയും ക്യാപിറ്റൽ എയും ബിയും ഒക്കെ റിയാക്ടന്റിന്റെ പ്രോഡക്റ്റിന്റെ പേരുകളാണ്. അതേസമയം ഈ സ്മോൾ സിയും സ്മോൾ ഡിയും സ്മോൾ എയും സ്മോൾ ബിയും ഒക്കെ നമ്പർ ഓഫ് മോൾസിനെ കാണിക്കാൻ വേണ്ടിയാണ് ഇതിരിക്കുന്നത്. ശരി, നമുക്ക് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് പി വി ഈക്വൽ ടു NRT ആയിക്കോട്ടെ, എന്നാൽ പി ഈക്വൽ ടു N/V ഇൻടു RT എന്ന് എഴുതാം. ഇനി മോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്ററിനെ നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയാറുണ്ട്. അതായത് N/V ഈക്വൽ ടു C ആണ്, കോൺസെൻട്രേഷൻ ആണ്. സോ P ഈക്വൽ ടു CRT എന്ന് എഴുതാം. അപ്പൊ എവിടെ P എന്ന് കണ്ടാലും അവിടെ CRT എന്ന് എഴുതുക. അപ്പൊ ഇത് തൽക്കാലം നമുക്ക് ഇത് ഇക്വേഷൻ നമ്പർ 1 ഉം ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുത്താൽ, ഇക്വേഷൻ നമ്പർ 2 ല് Kp ഈക്വൽ ടു ഈ ക്യാപിറ്റൽ P ക്ക് പകരം നമുക്ക് CRT എന്ന് കൊടുക്കാം. സോ CRT ഓഫ് C raised to C into ഈ ക്യാപിറ്റൽ P ക്ക് പകരം CRT എന്ന് കൊടുക്കാം. സോ CRT ഓഫ് D raised to D divided by ഈ P ക്ക് പകരം CRT എന്ന് കൊടുക്കാം. CRT ഓഫ് A raised to A into CRT ഓഫ് B raised to. ഓക്കെ, ഇനി ഇതിന്ന് അറേഞ്ച് ചെയ്യാം. Kp ഈക്വൽ ടു C of C raised to C
ഇൻറ്റു ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു ആർ ടി ഓഫ് സി റേസ് ടു സി. രണ്ടായിട്ട് കുറച്ചു. ഇതിന് അതുപോലെ തന്നെ സി ഓഫ് ഡി റേസ് ടു ഡി ഇൻറ്റു ബാക്കിയുള്ളത് ആർ ടി ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ ഇതിൽ നിന്ന് സി ഓഫ് എ റേസ് ടു എ ബാക്കിയുള്ളത് ആർ ടി ഓഫ് എ റേസ് ടു എ. ഇതിൽ നിന്ന് സി ഓഫ് ബി റേസ് ടു ബി ബാക്കിയുള്ളത് ആർ ടി ഓഫ് ബി റേസ് ടു ബി. ഓക്കെ, അത്രയും മനസ്സിലായി. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം, ഇത്രയ്ക്ക് പകരം നമുക്കറിയാം ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഇത്രയ്ക്ക് പകരം കെ സി എന്ന് എഴുതാം. അപ്പൊ ഞാൻ അത് അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ബാക്കി ആർ എന്നുള്ളത് നമുക്കറിയാം അത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഇനി ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അവിടെ ടെമ്പറേച്ചർ ഷുഡ് ബി കോൺസ്റ്റന്റ്. സോ അതുകൊണ്ട് തന്നെ ആറും ടിയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആളിന്റെ പേരായ സി എന്നും ക്യാപിറ്റൽ ഡി എന്നും ക്യാപിറ്റൽ എ എന്നും ക്യാപിറ്റൽ ബി എന്നും നമുക്ക് സിഗ്നിഫിക്കൻസ് അവിടെ ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ആർ ടി റേസ് ടു സി ഇൻറ്റു ആർ ടി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ ആർ ടി റേസ് ടു എ ഇൻറ്റു ആർ ടി റേസ് ടു ബി എന്ന് എഴുതി. ഞാൻ നേരത്തെ പറഞ്ഞു സ്മോൾ എയും സ്മോൾ ബിയും ഒക്കെ നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പൊ അത് നമുക്ക് വ്യത്യാസം വരും. എയും ബിയും സിയും ഡിയും ഒക്കെ വ്യത്യാസം വരും. പക്ഷേ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബി എന്നുള്ളത് ആളിന്റെ പേരാണ്. അതിന് ആ പേരിന് ഇവിടെ സിഗ്നിഫിക്കൻസ് ഇല്ല. കാരണം ആറും കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളിന്റെ പേര് അവിടെ നിന്ന് എടുത്ത് മാറ്റി പകരം നമ്പർ ഓഫ് മോൾസിനെ അവിടെ മാറ്റാൻ നമുക്ക് കഴിയില്ല. ഇനി ഇത് നോക്കുമ്പോൾ അറിയാം, ഇത് എ റേസ് ടു എൻ ഇൻറ്റു എ റേസ് ടു എം ആണ്. എ റേസ് ടു എൻ ഇൻറ്റു എ റേസ് ടു എം എന്ന് വെച്ചാൽ നമുക്കറിയാം അത് എ റേസ് ടു എം പ്ലസ് എൻ ആണ്. ആ രീതിയിൽ ഒന്ന് മോഡിഫൈ ചെയ്യാം. കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ ഇവിടെ ആർ ടി റേസ് ടു എ പ്ലസ് ബി. ഓക്കെ, ഇനി ഇത് എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ ആണ്. എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ എന്ന് വെച്ചാൽ അത് എ റേസ് ടു എം മൈനസ് എൻ എന്ന രീതിയിൽ എഴുതാം. സോ അതുകൊണ്ട് തന്നെ ഇത് മുകളിലോട്ട് വരുന്ന സമയത്ത് കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ബി മൈനസ് എ പ്ലസ് ബി. ഞാൻ നേരത്തെ പറഞ്ഞു എ ബിയും റിയാക്ടന്റ് നമ്പർ ഓഫ് മോൾസ് ആണ്. അതുപോലെ തന്നെ സിയും ഡിയും പ്രോഡക്റ്റ് നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പൊ അതിനെ നമുക്ക് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് എന്ന രീതിയിൽ ഡെൽറ്റ എന്ന് എഴുതാം. സോ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ ലക്ഷ്യം നമ്മൾ പൂർത്തിയാക്കി. അത് വേറെ ഒന്നുമല്ല, കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറഞ്ഞു. കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തു. അതിങ്ങനെയാണ് കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എന്ന് ഡെറൈവ് ചെയ്ത് കാണിക്കുക. ഇനി ഡെൽറ്റ എന്ന് വെച്ചാൽ നമുക്കറിയാം അത് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ആണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് എന്ന് മാത്രമല്ലാതെ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഇൻ ഗ്യാസ് സ്റ്റേറ്റ്, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് ഇൻ ഗ്യാസ് സ്റ്റേറ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് ഇൻ ഗ്യാസ് സ്റ്റേറ്റ് എന്ന് തന്നെ എഴുതണം. ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്താൽ, ഒരു എക്സാമ്പിൾ 2SO2 പ്ലസ് O2 ഇക്വിലിബ്രിയം വിത്ത് 2SO3. ഇത് ഗ്യാസ് ആണ്, ഇത് ഗ്യാസ്, ഇത് ഗ്യാസ്. ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് ഇൻ ഗ്യാസ് സ്റ്റേറ്റ്, ഗ്യാസ് സ്റ്റേറ്റിലുള്ള നമ്പർ ഓഫ് മോൾസിന്റെ എണ്ണം 2 ആണ്, മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് ഇൻ ഗ്യാസ് സ്റ്റേറ്റ്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. 2 മൈനസ് 3. സോ ഡെൽറ്റ ഈക്വൽ ടു ഇവിടെ -1 ആണ്. സോ ഇത് ഈ പറഞ്ഞിരിക്കുന്ന റിലേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റാന് വരെ -1 കൊടുക്കണം. സോ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു -1. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് താഴെ എഴുതാം കെ പി ഈക്വൽ ടു കെ സി ബൈ ആർ ടി എന്ന രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാം. അപ്പൊ ഇങ്ങനെ ഓരോ ഇക്വിലിബ്രിയത്തിലും ഈ റിലേഷൻ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്ന ഓർമ്മിക്കുക. എക്സാമ്പിൾ പറഞ്ഞതനുസരിച്ച് ഇക്വിലിബ്രിയം വ്യത്യാസം വരും. ജനറൽ ആയിട്ട് നിങ്ങളുടെ റിലേഷൻ ഡിറൈവ് ചെയ്യുക എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതുവരെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ഓർമ്മിക്കണം. ഞാൻ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 പോയിന്റാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് കെ പിയും കെ സിയും തമ്മിൽ റിലേഷൻ ആണ്. അത് നമുക്ക് ഡിറൈവ് ചെയ്യാൻ അറിയാം. അതൊരു ഇക്വിലിബ്രിയത്തിലേക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാൻ അറിയാം. ഇക്വിലിബ്രിയത്തിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഡെൽറ്റ എൻ ഒന്ന് ശ്രദ്ധിച്ചോണം. ഡെൽറ്റ എൻ എന്ന് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് നല്ല ഓർമ്മിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് ഇൻ ഗ്യാസ് സ്റ്റേറ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് ഇൻ ഗ്യാസ് സ്റ്റേറ്റ്. അതങ്ങനെ ഓരോ ഇക്വിലിബ്രിയം മാറുന്നതനുസരിച്ച് അത് വ്യത്യാസം വരുമെന്ന് ഓർമ്മിക്കാം. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, അതൊരു പുതിയ കാര്യം, റിയാക്ഷൻ കോഷ്യന്റ് Q എന്നോ QC എന്നോ
റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ അതിനെപ്പറ്റി ഒരു ചെറിയ കാര്യം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് റിയാക്ടറിന്റെ കോൺസെൻട്രേഷനും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ തുല്യമായിരിക്കും, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ തുല്യമായിരിക്കും. ആ സമയത്തുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് കെ എന്നോ കെ സി എന്നോ പറയാം. അപ്പോൾ ഈ കെ സിയുടെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റും കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും ഈക്വൽ ആയിരിക്കുമെന്ന് ഓർമ്മിക്കുക. ഇനി ഇത് ഈക്വൽ അല്ലാത്ത സമയം, അതായത് റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ വ്യത്യാസമാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന ലെറ്റർ അല്ല പറയേണ്ടത്, പകരം ആ സമയത്ത് നമുക്ക് റിയാക്ഷൻ കോഷ്യന്റ് നിർവാക്കാണ് ഉപയോഗിക്കേണ്ടത്, QC ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റും ആവുന്ന സമയത്ത് ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ KC നമുക്ക് KCയുടെ വാല്യൂന് തുല്യമായിരിക്കും ഈ റിയാക്ഷൻ കോഷ്യന്റിന്റെ വാല്യൂ. ഇനി അതേസമയം ഈ കോൺസെൻട്രേഷന്റെ വാല്യൂ വ്യത്യാസം വന്നാൽ, റിയാക്ടറിന്റെ കോൺസെൻട്രേഷനോ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷനോ വ്യത്യാസം വന്നാൽ ആ സമയത്ത് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ലെറ്റർ അല്ല ഉപയോഗിക്കേണ്ടത്, പകരം റിയാക്ഷൻ കോഷ്യന്റ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ആ റിയാക്ഷൻ കോഷ്യന്റ് വാല്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തുല്യമാവുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആവുമ്പോഴാണെന്ന് ഓർമ്മിക്കാം. ഇനി സ്വാഭാവികമായിട്ടും QCന്റെ വാല്യൂ ഈ KCയെക്കാളും കൂടുതലാണെന്ന് വെച്ചോ. അപ്പൊ QCന്റെ വാല്യൂ കൂടുതൽ എന്നാണ്. അപ്പൊ QCയുടെ വാല്യൂ കൂടുതൽ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ടേം, ഈ പറഞ്ഞ ഇക്വിലിബ്രിയത്തിന് മുകളിലുള്ള ടേം കൂടുതൽ എന്നാണ്. മുകളിലുള്ള ടേം കൂടുതൽ എന്ന് വെച്ചാൽ പ്രോഡക്റ്റിന്റെ എമൗണ്ട് കൂടുതലെങ്കിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പൊ അങ്ങനെ കോൺവേർഡ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം, QCയുടെ വാല്യൂ KCയെക്കാളും കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിയാണ് ചിന്തിക്കേണ്ടത് QCയുടെ വാല്യൂ കൂടുതൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ മുകളിലത്തെ ടേം കൂടുതൽ, എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ആണ്. അപ്പൊ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് ആയിരിക്കും കൂടുതൽ. ഇനി അതേസമയം QCയുടെ വാല്യൂ കുറവാണ്. അപ്പൊ QCയുടെ വാല്യൂ കുറവാണെങ്കിൽ അവിടെ QCയുടെ വാല്യൂ കുറവാണെങ്കിൽ ഈ ടേം കൂടുതലായിരിക്കും, അവിടെ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. റിയാക്ഷന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ നമുക്കറിയാം അത് സ്വാഭാവികമായിട്ടും ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഓർമ്മിക്കുക. ഇനി QCയുടെ വാല്യൂ KCക്ക് തുല്യമാവുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ അത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും തുല്യമാവുമ്പോഴാണെന്ന് ഓർമ്മിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ റിയാക്ഷൻ കോഷ്യന്റിനെ പറ്റി ഒന്നുകൂടെ ഓർമ്മിക്കാം. അതായത് ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അവിടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷനും ഈക്വൽ ആവുന്ന സമയത്ത് ആ കോൺസ്റ്റന്റിനെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയാം. ഇനി റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനും ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷനും ഈക്വൽ അല്ല എങ്കിൽ ആ സമയത്തുള്ള ആ കോൺസ്റ്റന്റിനെ നമ്മൾ റിയാക്ഷൻ കോഷ്യന്റ് എന്ന പേരിലുകൊണ്ടാണ് അറിയപ്പെടുന്നത്. ഇനി അത് വെച്ച് 3 പോയിന്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. QCയുടെ വാല്യൂ KCയുടെ വാല്യൂക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ QCയുടെ വാല്യൂ കൂടുതൽ എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് കൂടുതൽ, സോ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി അതേസമയം QCയുടെ വാല്യൂ കൂടുതൽ ആണെങ്കിൽ, QCയുടെ വാല്യൂ കുറവാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ അവിടെ QCയുടെ വാല്യൂ കുറവാണെങ്കിൽ ഈ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ, അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കൂടുന്നുണ്ട്. ഇനി KCയും QCയും തുല്യമാകുന്ന സമയത്ത് അത് ഇക്വിലിബ്രിയമാണ്. ആ ഇക്വിലിബ്രിയത്തിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ തുല്യമായിരിക്കും, കോൺസെൻട്രേഷന്റെ വാല്യൂ തുല്യമായിരിക്കും എന്ന് ഓർമ്മിക്കും. സോ ഞാൻ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. ഒന്നാമത്തെ കാര്യം ഒരു ഡെറിവേഷൻ പഠിക്കുക, ആ ഡെറിവേഷൻ KPയും KCയും തമ്മിലുള്ള റിലേഷൻ ഡെറൈവ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത് റിയാക്ഷൻ കോഷ്യന്റ് എന്നറിയപ്പെടുന്ന ഒരു ടേം നിങ്ങളെ പരിചയപ്പെടുത്തുക, അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ലോണം സംസാരിക്കുക, നല്ലോണം പഠിക്കുക, നല്ലോണം മനസ്സിലാക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത്